വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടാലോ. നല്ല ഓഫറിലാണ് കേട്ടോ എനിക്ക് ഈ പ്രോഡക്റ്റ്സ് എല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ പ്രോഡക്റ്റ്സിൻ്റെ റേറ്റ് എങ്ങനെയൊക്കെയാണ്, ഇത് എന്തൊക്കെയാണ് പ്രോഡക്റ്റ്, എന്തൊക്കെയാണ് യൂസസ് ഇതുകൊണ്ട്, ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും, 100% ഉറപ്പാണ്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് ഈ ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. ഇത് സ്പ്രേ ടൈപ്പ് ഓയിൽ ഡിസ്പെൻസറാണ് കേട്ടോ. ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങണോ എന്ന് കുറേ ആലോചിച്ച ശേഷം പിന്നെ അങ്ങ് വാങ്ങിയതാണ്. പക്ഷെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും യൂസ്ഫുള്ളായൊരു പ്രോഡക്റ്റ് വേറെ ഇല്ല. ഇതിൽ എണ്ണയാക്കാനായിട്ടൊരു ഗ്ലാസ് ജാറും അതിന് മുകളിലായിട്ട് ഒരു സ്പ്രേ ലിഡുമാണ് വന്നിട്ടുള്ളത്. എയർ ഫ്രയറിലും ഓവനിലും മാത്രമല്ല കേട്ടോ, ദോശ ഉണ്ടാക്കുമ്പോഴൊക്കെ പാനിൽ നമുക്ക് എണ്ണ വേണമെങ്കിൽ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യാം. ദോശയുടെ മുകളിലും ഈ ബോട്ടിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യാം. അതുപോലെ ഫിഷൊക്കെ നമ്മൾ തവ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തും ഇത് ഒത്തിരി യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. കുറച്ച് എണ്ണയാണ് നമുക്കിതിലൂടെ ചിലവാവുള്ളൂ. അപ്പോൾ എണ്ണയും ലാഭിക്കാം, ഹെൽത്തിനും നല്ലതാണ്. അപ്പോൾ ഇതെന്തായാലും വാങ്ങിക്കോളൂ കേട്ടോ. വെറും 129 രൂപയ്ക്കാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത്. അടുത്തതായിട്ട് 500 ml 2 ഓയിൽ ക്യാൻസ് ആണ്. ഇത് രണ്ടും ഇങ്ങനെ ഓയിൽ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ ഒരെണ്ണത്തിൽ വെളിച്ചെണ്ണയും ഒരെണ്ണത്തിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് കണ്ടോ, ഇങ്ങനെ നല്ല വാഷറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല പോലെ എയർ ടൈറ്റായിട്ട് അവിടെ ലിഡ് ഇരുന്നോളും. പ്ലാസ്റ്റിക് മെറ്റീരിയലിലാണ് കേട്ടോ ഈ ബോട്ടിൽസ് വരുന്നത്. വെറും 98 രൂപയേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഓയിൽ ക്യാൻസ് മാറ്റുന്നത് നല്ലതാണ്. കാരണം കുറേ ആയിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൽ ചെറുതായിട്ടൊരു ഒട്ടിപ്പിടിക്കുന്ന പോലത്തെ ഒരു ഇഫക്റ്റ് വരും. എത്ര ക്ലീൻ ചെയ്താലും അതങ്ങ് പോവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബോട്ടിൽസ് ആകുമ്പോൾ നല്ലതല്ലേ. അടുത്തതായിട്ട് ഒരു ക്ലീനിങ് ഗ്ലൗ ആണ് കേട്ടോ. ഇതൊരു പെയറായിട്ടാണ് വരുന്നത്. ഇത് മസ്റ്റ് ബൈ ആണ് കേട്ടോ. നോക്കൂ, ഇതിൻ്റെ ആ ഒരു കൈപ്പത്തിയുടെ ഭാഗത്ത് നിറച്ച് സ്ക്രബിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഉരച്ച് കഴുകാനൊക്കെ നല്ല സുഖമാണ്. ഈ ടൈൽസൊക്കെ കഴുകാൻ ഇത് നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് ബാത്റൂമിൻ്റെ വാൾ ടൈൽ കഴുകാൻ ഇത് നല്ല പോലെ ഹെൽപ്പ് ചെയ്യും. സിങ്കിൻ്റെ ഉൾഭാഗം കഴുകാനും ഈ ഗ്ലൗസ് തന്നെ മതിയാവും. പിന്നെ ഇത് ഡിഷ് വാഷിംഗ് ഗ്ലൗ ആയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ഗ്ലൗ ആണിത്. ഇതൊരു പെയറായിട്ട് തന്നെയാണ് വരുന്നത്. ഇത് കുറച്ച് ലൂസായിട്ടാണ് കയ്യിൽ കിടക്കുക. പക്ഷേ ക്ലീനിങ് ആവശ്യങ്ങൾക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് നല്ലത്. സ്കിൻ ടൈറ്റ് ആയിട്ട് കിടക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. ഇതിന് 130 രൂപയാണ് കേട്ടോ. അടുത്തത് ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു സിലിക്കൺ ഹോൾഡറാണ്. ഇത് സ്റ്റവിന് മുകളിൽ നിന്ന് പാത്രങ്ങൾ ഇങ്ങനെ ചൂടോടുകൂടി ഇറക്കി വെക്കാനും ഓവനിലും അതുപോലെ തന്നെ എയർ ഫ്രയറിലും ഒക്കെ പാത്രങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോൾഡറാണ്. വെറും 94 രൂപയ്ക്കാണ് കേട്ടോ എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഇത് എന്തായാലും നിങ്ങൾ വാങ്ങിക്കോളൂ, നല്ല യൂസ്ഫുള്ളായ പ്രോഡക്റ്റാണ്. ഇനിയുള്ളതൊരു ഡിഷ് ഡ്രൈയിങ് മാറ്റാണ്. ഇതിന് മുകളിലായിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്ന് പോയിക്കോളും. മാത്രമല്ല അതിൻ്റെ താഴ്ഭാഗം കണ്ടോ, ഒരു റബ്ബർ മെറ്റീരിയലാണ്. എന്നിട്ട് മുകളിലൊരു വെൽവെറ്റി ടൈപ്പ് ഒരു ഫിനിഷിങ്ങിലാണ് വരുന്നത്. പക്ഷേ അതിങ്ങനെ നനഞ്ഞ് കുതിർന്നിരിക്കുകയൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഉണങ്ങും. കപ്പുകളും സ്പൂണുകളും ഗ്ലാസ്സുകളൊക്കെയാണ് സ്ഥിരമായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കഴുകി വെക്കാറുള്ളത് അല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകിയിട്ട് ഈ മാറ്റിന് മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം നമുക്കത് ഡ്രൈ ആക്കി കിട്ടും. കുട്ടികളുടെ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിൽസൊക്കെ കഴുകിയിട്ട് ഈ മാറ്റിന് മുകളിൽ കമിഴ്ത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണക്കി കിട്ടും കേട്ടോ. മാത്രമല്ല കൗണ്ടർ ടോപ്പിന് മുകളിൽ ഇത് വിരിക്കുമ്പോൾ തന്നെ പ്രത്യേക ഭംഗിയാണ്. 157 രൂപയ്ക്കാണ് കേട്ടോ ഈ മാറ്റ് ഞാൻ വാങ്ങിയത്. അപ്പോൾ എന്തായാലും ഇത് വാങ്ങിക്കോളൂ, നല്ല ഒരു പ്രോഡക്റ്റാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊരു ക്യാൻഡിൽ ഹോൾഡറാണ്. 3 എണ്ണം വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. ഇത് 141 രൂപയ്ക്കാണ് എനിക്കിത് കിട്ടിയത്. എനിക്ക് ഈ ഹോൾഡറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വാങ്ങിയത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് നോക്കിക്കോളൂ, നല്ല പ്രോഡക്റ്റാണ്. ഇതുപോലെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ക്യാൻഡിൽ ഹോൾഡേഴ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷേപ്പാണ്, അതുകൊണ്ട് ഞാനിത് വാങ്ങിയതാണ്. ഇത് സിറാമിക് ടൈപ്പാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കണേ, നിലത്തിട്ടാൽ പൊട്ടിപ്പോവും. നല്ല സെക്യൂർ ആയിട്ട് തന്നെ അവർ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ക്യാൻഡിൽ ഹോൾഡർ ആയിട്ടല്ലാതെ തന്നെ ഇത് നമുക്കിങ്ങനെ ഷോ പീസായിട്ട് വെക്കാം. പിന്നെ ഇതിലിങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടും അറേഞ്ച് ചെയ്യാം കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ റേറ്റ് ആയത് 141 രൂപയാണ് കേട്ടോ.
അടുത്തത് സിലിക്കൺ ഹെഡും വുഡൻ ടെയിലും വരുന്ന 3 സ്പാച്ചുലേഴ്സിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ ആ സിലിക്കൺ ടിപ്പ് കണ്ടോ, ആ ടിപ്പ് പോർഷൻ മാത്രമാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, ബാക്കിയൊക്കെ റിജിഡാണ്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പോടുകൂടി ഇളക്കാനൊക്കെ സുഖമാണ് കേട്ടോ. നല്ലൊരു സെറ്റാണ്. ഞാനിത് ഇത്രയും ക്വാളിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. 131 രൂപയ്ക്കാണ് കേട്ടോ ഈ പ്രോഡക്റ്റ് എനിക്ക് കിട്ടിയത്. ഇതിൻ്റെ ആ ഒരു ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റിയാണ്. ഇത്രയും ക്വാളിറ്റി ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ലെങ്ത്തും ഉണ്ട് ആ ഒരു ഹാൻഡിൽ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടുത്തതായിട്ട് ചെറിയൊരു ബാസ്ക്കറ്റാണ് കേട്ടോ. ഈ ബാസ്ക്കറ്റ് നല്ല യൂസ്ഫുള്ളാണ്. ഇത് കോട്ടൺ ടൈപ്പ് സ്റ്റോറേജ് ബോക്സ് ആണ്. ഇത് നമുക്ക് ടേബിളിന് മുകളിലൊക്കെ ഓർഗനൈസറായിട്ട് വെക്കാം. കുട്ടികളുടെ സ്റ്റഡി ടേബിളിന് മുകളിലും അതുപോലെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിന് മുകളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഉദാഹരണത്തിന് നെയിൽ കട്ട്, സ്റ്റേപ്ലർ, ചെറിയ കത്രിക, അങ്ങനെ പെട്ടെന്ന് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇതിലാക്കിയിട്ട് ഒന്നുകിൽ നമുക്ക് ഷെൽഫിൽ വെക്കാം, അല്ലെങ്കിൽ ടേബിളിന് മുകളിൽ തന്നെ വെക്കാം. നല്ല ഭംഗിയുണ്ടാവും, യൂസ്ഫുള്ളുമാണ്. 195 രൂപയ്ക്കാണ് കേട്ടോ ഞാനിത് വാങ്ങിയത്. അടുത്തതായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് 3 എണ്ണം വരുന്ന ഒരു ബൗൾ സെറ്റാണ്. വുഡൻ ബൗൾ സെറ്റാണ് കേട്ടോ. നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. അത്യാവശ്യം വെയിറ്റും ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. 216 രൂപയ്ക്കാണ് ഈ ഒരു സെറ്റ് എനിക്ക് കിട്ടിയത്. കാണാനും നല്ല രസമാണ്. അത്യാവശ്യം നമുക്ക് കുറേ കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാം. പിന്നെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നാശാവില്ല. പിന്നെ മരത്തിൻ്റെ അല്ലേ, അപ്പോൾ അതിങ്ങനെ പഴുകുന്തോറും ഭംഗി കൂടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഇതും നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊന്നും വാങ്ങിയൊരു നഷ്ടമില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് കോമൺ ആയി ഇപ്പോൾ ഈ വുഡൻ ബൗൾസൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ജാറാണ്. കഴിഞ്ഞ പ്രോഡക്റ്റ് സെറ്റിൽ ഞാനൊരു കപ്പ് ആൻഡ് ജഗ്ഗിൻ്റെ ഒരു ക്യൂട്ട് ഐറ്റം കാണിച്ചിരുന്നില്ലേ, അതേപോലെ ഈ സെറ്റിലുള്ള ക്യൂട്ട് ഐറ്റമാണ് കേട്ടോ ഇത്. ഇതുകൊണ്ടിങ്ങനെ ഭയങ്കര ഉപകാരം ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതിഷ്ടാവും. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇതിലാക്കി വെക്കാം. 157 രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത്. ഇഷ്ടമാവുകയാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, എങ്ങനെയാണ് ഈ കുപ്പിവളകളൊക്കെ ഇങ്ങനെ പൊട്ടാതെ സൂക്ഷിക്കുന്നത്, എത്ര വളകളുണ്ട്, കുറേ വളകളുണ്ടോ, അങ്ങനെയൊക്കെ. എനിക്കാകെ ഇത്രയൊക്കെ കളക്ഷനേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഇതൊക്കെ പൊട്ടാതെ സൂക്ഷിക്കുന്നത് ഈ ഒരു സ്റ്റാൻഡ് വാങ്ങിയതിന് ശേഷമാണ്. അതുവരെ എൻ്റെ കയ്യിൽ നിന്ന് 1-2 ആയിട്ട് ഓരോ സെറ്റിലും പൊട്ടും. പക്ഷെ നമ്മൾ മിക്സ് ചെയ്തിടുന്നതുകൊണ്ടേ ആ ഒരു പൊട്ടിയ വളകളുടെ നമ്പറൊന്നും പെട്ടെന്ന് അങ്ങ് കൗണ്ട് ആവില്ല. പിന്നെ ഇതിലിപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഇത് വാങ്ങി വെച്ചാൽ ഒരുപാട് പേർക്ക് അറ്റ് എ ടൈം തന്നെ യൂസ് ചെയ്യാം. നമുക്കിതിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അപ്പോൾ ഓരോ ബ്രാഞ്ചിലും ഓരോരുത്തർക്ക് യൂസ് ചെയ്യാം. വെറും 125 രൂപയുള്ളൂ കേട്ടോ ഈ സ്റ്റാൻഡിന്. നല്ല യൂസ്ഫുള്ളായൊരു പ്രോഡക്റ്റാണ്. എൻ്റെ അനുഭവത്തിലൂടെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഞാനിവിടെ കാണിച്ച ഓരോ പ്രോഡക്റ്റും കൃത്യമായിട്ട് യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. പ്രോഡക്റ്റ് കയ്യിൽ കിട്ടിയിട്ടും ഈ വീഡിയോ എടുത്തിട്ടും കുറച്ചായി. പക്ഷേ കറക്റ്റായിട്ട് അതിൻ്റെ റിവ്യൂ അറിയാതെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നിങ്ങളിത് വാങ്ങുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടണ്ടേ. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് സമയം എടുത്തത്. പിന്നെ ഈ ഓഫർ പ്രൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇന്നുള്ള പ്രൈസ് ആവില്ല നാളെ നോക്കുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് അധികം ലേറ്റ് ആക്കാണ്ട് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ, വേണ്ട പ്രോഡക്റ്റ്സ് വാങ്ങിക്കോളൂ. എന്നാൽ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ശരി എന്നാൽ.